ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് താമ്പൂർ സ്റ്റിച്ചിൻ്റെ മെത്തേഡ് 1 എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണാം. അതിനായിട്ടൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഔട്ട്ലൈൻ ഫുള്ളും ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ താമ്പൂർ സ്റ്റിച്ച് ഒരു ഫില്ലിംഗ് സ്റ്റിച്ചാണ്. ഇത് നമുക്ക് ഏത് ഡിസൈനിലും ഇതുപോലെ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണെന്നേ പറയത്തില്ല. പെയിൻറ്റ് ചെയ്തതുപോലെ നല്ല ഫിനിഷിങ്ങോടുകൂടെ ഉള്ള ഒരു വർക്കായിരിക്കും. ഔട്ട്ലൈൻ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് സെൻറ്ററിലായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് ആ ലൈനിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല വലുതായിട്ട് സ്റ്റിച്ച് ചെയ്യാതെ ഒരു കറക്റ്റായിട്ട് ഒരു മീഡിയം സൈസിൽ ആ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ താമ്പൂർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡിസൈൻ സ്പ്ലിറ്റ് ചെയ്ത് ഇതുപോലെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. ഏത് ഡിസൈൻ നിങ്ങൾ ചെയ്താലും ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതിലാദ്യം നമുക്ക് ഒരു സൈഡ് ഫുള്ളും ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് സൈഡ് അതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ എൻഡിലിങ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പുറത്ത് വേണം ഒരു കുഞ്ഞ് ഷോർട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതിനുശേഷം വീണ്ടും ഒരു കുഞ്ഞ് ചെയിൻ സ്റ്റിച്ച് അകത്തിട്ട് കൊടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചേർത്ത് ഗ്യാപ്പ് വരാതെ നീറ്റായിട്ട് ഫുള്ളും അങ്ങ് മുകളിൽ അറ്റം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എൻഡിൽ വരുമ്പോൾ അകത്ത് തന്നെ ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത്, അതായത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ആ ഔട്ട്ലൈൻ സ്റ്റിച്ചിൻ്റെ ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ പുറത്ത് വീണ്ടും ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. വീണ്ടും തിരിച്ചകത്ത് വീണ്ടും ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. അതിനുശേഷം അങ്ങ് താഴേക്ക് അങ്ങനെ ചേർത്ത് ചെയിൻ സ്റ്റിച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇതുപോലെ ആ ഒരു സൈഡ് ഫുള്ളും അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. ഗ്യാപ്പ് ഒന്നും വരാൻ പാടില്ല. അങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ ഫുള്ളും നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ എൻഡിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമുക്ക് അകത്തൊരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ആ ചെയിൻ സ്റ്റിച്ച് നമ്മൾ ബോർഡർ സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ പുറത്ത് വേണം വീണ്ടും ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം അകത്തോട്ട് വീണ്ടും ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും അടുത്ത എൻഡിലോട്ട് പോകാം. അടുത്ത എൻഡ് ചേരുമ്പോൾ നിങ്ങളതുപോലെ ലാസ്റ്റിലായിട്ട് ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ പുറത്ത് ഒരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്, വീണ്ടും അകത്തൊരു ഷോർട്ട് ചെയിൻ സ്റ്റിച്ച്, വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു സൈഡ് ഫുള്ളും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതുപോലെ തന്നെ നെക്സ്റ്റ് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നെക്സ്റ്റ് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ആ എൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശകലം നീങ്ങിയൊക്കെ നിൽക്കും. അതുകൊണ്ട് അത് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡിൽ ബോർഡറായിട്ട് വീണ്ടും നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക്